ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾക്ക് കുറച്ച് മുരിങ്ങപ്പൂ കിട്ടിയേ. അത് ഞാൻ ഇങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ മുരിങ്ങയിലയും കിട്ടി. മുരിങ്ങയില ഞാൻ സെപ്പറേറ്റ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേളിൽ ഒരു കരിയാപ്പില ഒടിച്ചുകൊണ്ട് വന്നത് അതും ഇരിപ്പുണ്ട്. പിന്നെ നമുക്ക് മീൻ കിട്ടി. ഇതാണ് മീൻ. വെള്ളാക്കണ്ണി എന്ന് ഇവിടെയൊക്കെ പറയും. നിങ്ങളൊക്കെ എന്ത് പറയുമെന്നറിയില്ല. ഇവിടെ പറയുന്നത് വെള്ളാക്കണ്ണി എന്നാണ്. ഇനി ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ എടുത്തിട്ട് വരാം. അങ്ങനെ മുരിങ്ങപ്പൂവും മീനും ഒക്കെ ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ആ ക്ലീനാക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഒറ്റയ്ക്കുള്ളതുകൊണ്ട് വീഡിയോ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നേ. പിന്നെ മുരിങ്ങപ്പൂ ക്ലീനാക്കി വന്നപ്പം കുറച്ചേ ഉള്ളൂ. അങ്ങനെ മുരിങ്ങപ്പൂവും ക്ലീനാക്കി മീനും വെട്ടി വെച്ച്. ഇനി ബാക്കിയൊക്കെ നമുക്ക് അടുത്ത സ്റ്റെപ്പ് കാണാം. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കും. പൂവിൽ ഇച്ചിരി സവാളയും കൂടി ഇടുന്നത് നല്ലതാണ്. ഇച്ചിരി സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കും. അതുകൊണ്ട് പിന്നെ നമ്മൾ ചതച്ചാണ് ചേർക്കാൻ തീരുമാനിച്ചത്. അതുകൊണ്ട് തേങ്ങയും പച്ചമുളകും മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി ശകലം ജീരകം ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് ചതച്ചിട്ട് കാണാം. ഇതെല്ലാം കൂടെ നമ്മുടെ മിക്സിയുടെ ജാറിൽ ഇട്ടിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഞാൻ ചതച്ചപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കൂടി ഇതിലേക്ക് തട്ടിയിട്ട് കൊടുക്കാം. തട്ടിയിട്ട് കൊടുത്ത് ഇതിനെ ഒന്ന് ഇളക്കിയെടുക്കണം. ഇളക്കിയെടുത്ത് ഇനി ഇതിൽ കടുക് വറുത്ത് നമ്മൾ ഇതിനെ അങ്ങ് ഇട്ടാൽ മതി. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചേക്കുക. ഇനി നമുക്ക് കടുക് വറുത്ത് അടുപ്പിലേക്ക് മാറ്റാം. ചീനിച്ചട്ടി ചൂടായി. നമുക്കതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് 2 വറ്റൽമുളകും പിന്നെ കുറച്ച് കറിവേപ്പില ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ മുരിങ്ങപ്പൂ എല്ലാം ചേർത്ത് വെച്ചിട്ടല്ല അത് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കാം. ഇത് നമുക്കിങ്ങനെ വെച്ച് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. വെച്ച് കൊടുക്കാം. നമ്മുടെ മുരിങ്ങപ്പൂ തോര റെഡിയായി. അത് നമുക്കങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ ഏറ്റവും സിമ്പിളായിട്ടുള്ള മീൻകറി എങ്ങനെയാണ് വെക്കുന്നതെന്ന് കാണിക്കാവേ. ആദ്യം തേങ്ങ അരച്ചാണ് ഇന്ന് വെക്കുന്നത്. അതുകൊണ്ട് തേങ്ങയും മഞ്ഞൾപ്പൊടിയും ഞാൻ ഇതിലിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് മുളക് പൊടി നമുക്ക് എടുക്കാം. കുറച്ച് മുളക് പൊടി വേണം. പിന്നെ ഒരു ശകലം മല്ലിപ്പൊടി ചേർക്കും. പിന്നെ ശകലം ഉലുവ പൊടിയാണ്. ഉലുവ ഇതിലേക്ക് 2 ചുമന്നുള്ളിയും കൂടെ ചേർക്കും. ഇത്രയും സാധനമാണ് ഞാൻ ചേർക്കുന്നത്. ഇതിനി അരച്ചിട്ട് കാണാം. ഇതിലേക്ക് നമ്മൾ പച്ചമുളക്, കറിവേപ്പില, തക്കാളിപ്പഴം ഇതെല്ലാം ചേർത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മുടെ അരപ്പൂടെ കലക്കി ഒഴിച്ച് വയ്ക്കാം. നമുക്ക് അരപ്പ് നല്ലതുപോലെ കലക്കി ഒഴിക്കാം. നമുക്കിത് തിളയ്ക്കാൻ വേണ്ടി മൂടി വെച്ച് വേവിക്കാം. ഇനി കറി റെഡി ആവട്ടെ. അപ്പോഴത്തേക്കിന് അങ്ങനെ കുറച്ച് മീനെടുത്ത് പൊരിക്കാനും എടുത്ത് അങ്ങനെ അതെല്ലാം അരപ്പ് വരട്ടി വെച്ചിട്ടുണ്ട്. ഇന്നത്തെ കറി, ഉച്ചയൂണിൻ്റെ കറി ഇത്രയൊക്കെയാണ്. ഇനി ഇതെല്ലാം റെഡിയായിട്ട് നമുക്ക് കാണാം.
അങ്ങനെ നമ്മുടെ മീൻ കറി റെഡിയായി, നല്ല ഭംഗിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഫൈനലി നമ്മുടെ മീൻ പൊരിക്കുന്നതൂടെ കാണാം. എണ്ണ ഒഴിക്കാം. പിന്നെ നമ്മൾ 2 കറിവേപ്പില ഇങ്ങനെ വെച്ച് ഇനി മീൻ അതിൻ്റെ പുറത്തോട്ട് വെച്ച് കൊടുക്കും. അങ്ങനെ ഫൈനലി നമ്മുടെ മീനും വറുത്തെടുത്തു. നമ്മുടെ ഊണ് റെഡിയായി. അങ്ങനെ നമ്മുടെ ഊണ് റെഡിയായി. ഇന്നത്തെ നമ്മുടെ മുരിങ്ങപ്പ് തോരൻ. പിന്നെ ഇനി അടുത്തതായിട്ട് നമ്മുടെ മീൻ പൊരിച്ചത്, പിന്നെ നമ്മുടെ മീൻ കറി. തൈര്. അങ്ങനെ നമ്മുടെ ഉച്ചയൂണ് റെഡിയായിട്ടുണ്ട്. ഒരുപാട് കറികളൊന്നുമില്ല, ഇതൊക്കെയേ ഉള്ളൂ. ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക, സപ്പോർട്ട് ചെയ്യുക.